കാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം പിണറായി വിജയൻ ചെയ്യാൻ വേണ്ടി അവരെ സമ്മതിക്കുന്നില്ല. അതാണ് വാസ്തവം. പിണറായി വിജയന്റെ കൈപ്പിടിയിലാണ് ഇപ്പോ SIT. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയും സ്വർണ്ണക്കൊള്ള കോൺഗ്രസുകാരാണ് നടത്തിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് കോൺഗ്രസുകാരാണ്. ശക്തമായി തിരിച്ചടിക്കേണ്ടത് കോൺഗ്രസുകാരാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം പിണറായി വിജയനെതിരായ, അല്ലെങ്കിൽ ഈ CPM-ന്റെ ഇത്തരം ഗൂഢ പദ്ധതിക്കെതിരായ ഒരു പ്രത്യാക്രമണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. UDF-ന്റെ കൺവീനറാണെന്ന് അറിയാലോ. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഘടകകക്ഷികളുടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പുറത്താക്കിയ, അതായത് ചില കള്ള പരാതികളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തൂത്തെറിയാൻ വേണ്ടിയിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ചില സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചില പരാതിക്കാരികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ചില ലൈംഗിക പീഡന പരാതികൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരാവശ്യവുമില്ലാതെ എന്ന് തന്നെ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. ആ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം അതിനിശ്ചിതമായ വിമർശനം ഉയർത്തിയത്. എന്ന് പറഞ്ഞാൽ SIT ആദ്യം കടന്നു ചെല്ലേണ്ടത് ക്ലിഫ് ഹൗസിലേക്കാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. മറ്റൊരു കോൺഗ്രസ്സുകാരനും അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടായില്ല കേട്ടോ. കാരണം നമുക്ക്